നമസ്കാരം. പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ഉള്ളത്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാനെ ആക്രമിച്ചതിൻ്റെ ഫലമായി ഇറാൻ ഇപ്പോൾ സമീപമുള്ള ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ 1990-91 കാലഘട്ടത്തിൽ ഒന്നാം ഗൾഫ് യുദ്ധ സമയത്ത് യുദ്ധമേഖലയിലേക്ക് പോയി പണിയെടുക്കേണ്ടി വന്ന ഒരു ഇരാറ്റുപേട്ടക്കാരനുണ്ട്. അദ്ദേഹത്തെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. നമ്മുടെ ഇരാറ്റുപേട്ട കോന്നച്ചാടം ഭാഗത്ത് താമസിക്കുന്ന മുട്ടത്തിപ്പറമ്പിൽ വീട്ടിൽ ഹനീഫാണ്ണനാണ്. ഹനീഫാണ്ണൻ 1990-ലാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് എത്തിയത്. ഗൾഫിലെത്തുമ്പം അവിടെ യുദ്ധ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് സാഹചര്യം മാറുകയും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സഖ്യസേനയ്ക്ക് വേണ്ടി ട്രക്കുകൾ ഓടിക്കുന്ന ഒരു ജോലി ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഹനീഫാണ്ണനോട് നേരിട്ട് ചോദിച്ചറിയാം. അണ്ണൻ ഇപ്പം ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ്, ഏത് സമയത്താണ് പോയത് എന്ന് ഓർമ്മയുണ്ടോ? അതൊരു ശരിയായ ചിട്ടപ്പെടുത്തിയുള്ള ഓർമ്മ എനിക്ക് വരുന്നില്ല. 90-ന്റെ കാലഘട്ടത്തിലാണ് ഞാൻ പോയത്. അവിടെ വെച്ച് ഇതിപ്പോ പല പല അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഇവിടുന്ന് എത്രാമത്തെ വയസ്സാണ് പോയെന്ന് ഓർമ്മയില്ല. വയസ്സില് എനിക്ക് അതിനകത്ത് തിട്ടമില്ല. പോകുമ്പോ ഇവിടെ ലോറി ഡ്രൈവർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പിന്നെ ബോംബെ പോയി ട്രെയിലർ ഓടിക്കാനുള്ള പ്രാക്ടീസ് എടുത്തു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. യുദ്ധം തുടങ്ങിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. ഞാൻ പോയി കുറച്ച് കഴിയുമ്പോഴാണ്, ഏതായാലും കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. കുറച്ച് ദിവസം ഒരു മാസം അതിന്റെ ഉള്ളിൽ യുദ്ധം തുടങ്ങി. അപ്പൊ അവിടെ പോയിട്ട് ലൈസൻസ് ഒക്കെ കിട്ടിയായിരുന്നോ? അവിടുത്തെ ലൈസൻസ് എല്ലാം എടുത്ത് ഞാൻ ഓട്ടം തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ആയത്. എങ്ങനെ ഈ യുദ്ധത്തിന് ട്രക്കുകൾ ഓടിക്കുന്ന ജോലിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ട്രക്കുകൾ ഓടിക്കാൻ ബോംബെ വെച്ച് പരിചയപ്പെട്ട് ട്രക്ക് ഓടിക്കാൻ പ്രാക്ടീസുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി അങ്ങ് ആ പ്രാക്ടീസിന്റെ ഐറ്റത്തിൽ അവിടെ പോയപ്പോൾ വണ്ടി ഓടിച്ചു കാണിക്കണമായിരുന്നു. കാണിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ട്രെയിലറായിട്ട് ജോലി എനിക്ക് അവിടെ കിട്ടി. അത് കഴിഞ്ഞാണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങി കുറച്ച് ഒരു 3 മാസം 2-2.5 മാസം കഴിഞ്ഞപ്പം അങ്ങോട്ട് പിന്നെ കുവൈറ്റിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ ആ ചാൻസ് അനുസരിച്ച് ഞാൻ നേരെ ആ റിക്രൂട്ട്മെന്റിൽ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുകയാണ്. കുവൈറ്റിലൊക്കെ പോയി. കുവൈറ്റിലേക്ക് വന്ന് ടൈലർ ഓടിച്ചാണ് പോയത്. അവിടുത്തെ ജോലിയായിരുന്നു. നമ്മുടെ അവിടുത്തെ സ്പോൺസർ തന്നെയാണോ ഇതിലേക്ക് പോകുന്നെന്ന് ചോദിച്ചത്? എന്റെ കഫീലാണ് ചോദിച്ചത്. പോകാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അവിടെ പോയപ്പോ ഒരു ഭാഷയൊക്കെ ഒരു പ്രശ്നമായിരുന്നല്ലോ. ഭാഷ എല്ലാരും വേറെയും മലയാളികളും ഉണ്ടായിരുന്നു. അവരുള്ളത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ട് തോന്നിയില്ല. അവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അപ്പൊ അവര് എവിടെയുള്ളവരൊക്കെ ആയിരുന്നു? അവര് പിന്നെ കോഴിക്കോടുകാരായിരുന്നു. 3 പേരുണ്ടായിരുന്നു അവിടെ, കോഴിക്കോടുകാർ എന്റെ കൂടെ സഹപ്രവർത്തകര്. ഇപ്പോഴവരുമായിട്ട് കോണ്ടാക്ട് വല്ലതും ഉണ്ടോ? അതോ ഇപ്പൊ ഒന്നുമില്ല. യാതൊരു ബന്ധങ്ങളോ അവരുമായിട്ടില്ല. യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവിടെ കുറെ പ്രവാസികൾ മലയാളികൾ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് എന്തൊക്കെയായിരുന്നു? അവരിങ്ങനെ മൊത്തത്തിലൊരു പേടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെയുള്ള. യുദ്ധം തുടങ്ങിയ പെട്ടെന്നുള്ള ഒരു പ്രഭാതത്തിൽ യുദ്ധത്തിന്റെ ഒരവസ്ഥ ഉണ്ടായി. ആ അവസ്ഥ ഉണ്ടായപ്പം ആണ് എന്നെ അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്തത്. ഞാൻ അങ്ങനെ പോയി അവിടുമായിട്ട് ബന്ധപ്പെട്ട് അന്നേരം കുറെ വണ്ടി തിരഞ്ഞെടുത്തു. പോകാൻ തയ്യാറുള്ളവർ തയ്യാറായിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് വണ്ടിയുമായിട്ട് വന്ന് അങ്ങനെയാണ് കുവൈറ്റിൽ ചെല്ലുന്നത്. കുവൈറ്റിലെ അതിൻ്റെ പേപ്പറും ഒക്കെ ഉണ്ട്. സ്പോൺസറിന്റെ കള്ളാസും പേപ്പറും എല്ലാം ആയിട്ടാണ് പോയത്. അങ്ങനെ പോയി അവിടുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളും കണ്ടു കേട്ടു. ഇങ്ങനെ കഴിഞ്ഞുകൂടിയ സമയത്താണ് യുദ്ധം ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭയങ്കരമായ അനുഭവങ്ങൾ ഓരോന്നും വന്നത്. ഞാൻ ഓർമ്മ ഒരു ഫിലിപ്പിനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഫിലിപ്പിനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊന്നുമില്ല. 2-3 മാസം കഴിഞ്ഞപ്പം ഞാൻ കമ്പനിയിൽ ചെല്ലുമ്പം ഇയാള് എന്നെ കണ്ടുകൊണ്ട് കരയുന്നതായിട്ടാണ് കണ്ടത്. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ കൂട്ടുകാരൻ
ആ വർക്ക്ഷോപ്പിലുള്ള കൂട്ടുകാരൻ പറഞ്ഞു ഇന്നപോലെ അയാളുടെ കൈ നഷ്ടപ്പെട്ടു, നീയൊക്കെ ഒന്നിച്ചു പോയാണല്ലോ, നീ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അവിടെ സൂപ്പർ മാർക്കറ്റെല്ലാം കാലിയായി കിടക്കുന്ന അവിടെ ആ കണ്ട സാധനങ്ങളെല്ലാം വഴി ആ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം പിറക്കുകയായിരുന്നു. അങ്ങനെ പിറകിയപ്പോൾ അതിനകത്തൊരു മെയിൻ ഉണ്ടായിരുന്ന ഒരു ബോംബ് ഉണ്ടായിരുന്നു. അതിൻ്റെ അയാളുടെ കൈ നഷ്ടപ്പെട്ടു. അപ്പം 3 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ കമ്പനി ചെല്ലുമ്പോൾ വണ്ടി പണിയിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഇയാളുടെ അവസ്ഥ ഇയാൾ പറയുകയും മറ്റേ കൂട്ടുകാർ പറയുകയും ഇയാൾക്കുണ്ടായ അനുഭവം പറയുകയും ഒക്കെ ചെയ്തത്. ഞാനങ്ങനെ എനിക്കെന്നിട്ടും അയാളോട് അനുഭവം വിഷമവും സങ്കടവും തോന്നി. എന്ത് ചെയ്യാനാ, എല്ലാം അള്ളാഹുടെ പങ്കലിൽ. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ തറകളിലും അങ്ങനെ മുമ്പോട്ട് പോയി. വീണ്ടും ഞാൻ എൻ്റെ കമ്പനിയിൽ പിന്നെ കുവൈറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞും പോയി. അപ്പം ട്രെയിലറ് എന്നാ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പം ഓർക്കുന്നില്ല ആ കമ്പനിയുടെ പേര്. അവിടെയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്കാണ് ആ ഫിലിപ്പീനിക്ക് അപകടം ഉണ്ടായതുകൊണ്ട്. ഞാൻ ടെഹ്റാനിലെ പിന്നെ ഇവിടെ ടെഹ്റാനിലുണ്ടായിരുന്നപ്പം മിസൈൽ അടിച്ച് വീഴിക്കുന്നത്, എരിഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ ടെഹ്റാനിലെ സംഭവമാണ് തകർക്കുന്നത്. അന്ന് മൊത്തത്തില് പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കാണാണ് സ്കഡും പാട്രിയറ്റും തമ്മിലുള്ള യുദ്ധത്തിന്റെ സ്കഡ് മിസൈല് ഇറാഖിൽ നിന്ന് വരും, പാട്രിയറ്റ് അതടിച്ച് വീഴ്ചയൊക്കെ ചെയ്ത അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ വീഴുമ്പോൾ ആ ഫിലിപ്പീനിക്കുണ്ടായ അനുഭവം, പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അങ്ങനെ അവളുമായിട്ട് കഴിഞ്ഞുകൂടി. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളായിരുന്നു. അപ്പൊ ട്രക്കിൽ എന്തൊക്കെ സാധനങ്ങളാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? മിലിറ്ററിയുടെ സാധനങ്ങള്, മിലിറ്ററിയുടെ സാധനങ്ങളാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഈ സഖ്യസേന മറ്റേ ഇറാഖ് ഈ വണ്ടിയെ ടാർഗറ്റ് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് പേടി ഉണ്ടാവൂല ഇങ്ങനെ പോകുമ്പോ? ഒന്നുമില്ല, ധൈര്യമുണ്ട്. അങ്ങനെ പോയപ്പം വേറെയും എന്റെ കൂടെ സഹപ്രവർത്തകരും ഉണ്ട്. ആ പ്രവർത്തകരെ അവരെപ്പോലെ ഞാനും മുമ്പോട്ട് നീങ്ങി. ഇത് ഈ മിലിറ്ററി സാധനങ്ങളാണെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്തും സംഭവിക്കുമെന്നുള്ള അവസ്ഥയിലാണ്. ഇറാഖ് പട്ടാളക്കാർ ഈ പാലത്തിന്റെ അടിയിൽ പിന്നെ ഈ ചാക്കുമെല്ലാം നിറച്ച് മണൽ നിറച്ച് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവിടെ യുദ്ധത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടുന്നതായിട്ടും ഞാൻ കണ്ടു. അപ്പം 3 മാസമാണ് മിലിറ്ററി വണ്ടി ഓടിച്ച്. അത് കഴിഞ്ഞ് വീണ്ടും അപ്പോഴത്തേക്ക് വീണ്ടും മറ്റേ സാധാരണ ട്രക്കിലേക്ക് മാറി. അപ്പൊ യുദ്ധ സാഹചര്യമൊക്കെ അപ്പോഴത്തേക്ക് മാറിയായിരുന്നു. ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് അവരെല്ലാം ആ നിലയിലായി. പിന്നെ ഒരവസ്ഥ ഇല്ല. ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ കമ്പനിയിൽ വന്നു. ദമാമി വന്നു. പിന്നെ പഴയ ജോലിയുമായിട്ട് മുമ്പോട്ട്. ആകെ 3 മാസത്തെ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സാമൂഹിക അത്രേ ഉള്ളൂ. ഈ ബോംബ് എല്ലാം വന്ന് വീഴുന്ന എങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എരിഞ്ഞു വീഴുന്ന അടിച്ചിടുമ്പം മിസൈല് അടിച്ചിടുമ്പം എരിഞ്ഞു വീഴുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ ആള് മറ്റേ മിസൈൽ വന്ന് വീഴുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ പ്രവാസികൾ. അന്നാ ഒന്നും കാണുന്നില്ല. അന്ന് നമ്മൾ പത്രം വായിച്ചുള്ള ഒരു അറിവുകൾ മാത്രമേ. ഈ പട്ടാളക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു ആ സമയത്ത്? അവരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? പട്ടാളക്കാര് അവിടെ നിറയെ പട്ടാളക്കാരായിരുന്നു. നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നില്ല. അവരും അവരുടേതായ നിലപാടനുസരിച്ചേ ഉള്ളൂ. നമ്മളുമായിട്ടൊരു ബന്ധം വരാനുള്ള അവസരം ഇല്ല. നമ്മൾ ഒരു ട്രക്ക് സാധനം തരുന്നത് അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ തിരിച്ചു പോകും. അപ്പൊ എനിക്ക് എന്റെ ഓർമ്മ, ഞാൻ അന്ന് ഇവിടെ 7-8 പഠിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ സമയത്താണ്. അന്ന് അണ്ണൻ അയച്ച കുറെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ കുറെ വീലുകളുള്ള വണ്ടിയും ഒരു ഫോട്ടോ ഒക്കെ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ഫോട്ടോയിൽ തന്നെ അത്ര വലിയ വണ്ടികൾ കാണുന്നത്. അതൊക്കെ കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അന്ന് ഇത്ര വലിയ വണ്ടി കാണാൻ അവിടെ ഓടിച്ചോണ്ടൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ചിന്തയായിരുന്നു നമുക്ക് മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ ആ ഫോട്ടോസ് എല്ലാം ഉണ്ടോ ഇവിടെ? അതോ ഇപ്പം അത് തന്നെ ഉള്ളു? മറ്റേ പണ്ടത്തെ ഫോട്ടോ ഒന്നും ഇല്ല? പണ്ടത്തെ എല്ലാം പോയി. പാസ്പോർട്ടിലുള്ള ഫോട്ടോ ഉണ്ട്. അതേ ഉള്ളൂ. ആ യുദ്ധത്തിന്റെ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ അന്ന് വീടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഞാന് കുടുംബത്തിനെ വിളിച്ചിട്ട് അന്നേരം കിട്ടുന്നില്ലായിരുന്നു.
അവസാനം അവർക്ക് കുടുംബത്തിന് അവസരം കിട്ടി. ഒരു ഫോൺ കോള് എനിക്ക് ഷെയർ ചെയ്ത അടുത്ത വീട്ടിൽ നിന്ന്, കുടുംബത്തിൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടി. അങ്ങനെ എന്നെ വിളിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടു. പോയ ശേഷം പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ യുദ്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ പിന്നെ വിളിക്കാനൊക്കെ താമസിക്കുന്നത് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10-40 ദിവസം ഒന്നും വിളിച്ചേ ഇല്ല. ആ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇതിന് വിളിക്കാതെ കൂടാൻ വിഷമമായി. പിന്നെ ഒരു 40 ദിവസമൊക്കെ ആയിട്ടാണ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങനാണോ എന്നുള്ള തോന്നൽ പോലെ എനിക്ക് ഉണ്ടായി. അത് വിളിച്ചു കഴിഞ്ഞ് പിന്നെ സമാധാനം, വിളിച്ച് കിട്ടിയപ്പോൾ പിന്നെ സമാധാനം. പിന്നെ കൂടെ വിളിക്കുമായിരുന്നു. നമുക്ക് പോകണമെന്നില്ല, നമ്മുടെ അയൽവക്കത്തേക്ക് ഇപ്പോഴത്തെ വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ വിളിച്ച് പിന്നെ വിഷമമൊക്കെ അങ്ങനെ മാറി. പിന്നെ അത് കഴിഞ്ഞ് അന്ന് വന്നു കഴിഞ്ഞ് 3.5 വർഷം അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞ് അറിഞ്ഞിട്ട് പിന്നെ വന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞ് പിന്നെ വന്നു, പിന്നെ പോയില്ല. 5 വർഷം മൊത്തം നിന്നോളൂ. ഇപ്പം പ്രവാസം നിർത്തി വന്നിട്ട് എത്ര വർഷമായി? കൃത്യമായിട്ട് ഓർമ്മയില്ലല്ലോ. പിന്നെ വന്ന ശേഷം വീണ്ടും ഡ്രൈവിംഗിലേക്ക് തന്നെ ഇവിടെ ഡ്രൈവിംഗുമായിട്ട് വീണ്ടും ഡ്രൈവിംഗിലേക്ക് തന്നെ കഴിഞ്ഞു കൂടി. ഇപ്പൊ പിന്നെ ഓട്ടോറിക്ഷയിലേക്ക് പിന്നെ ഓട്ടോറിക്ഷയിലേക്ക് ഓട്ടോറിക്ഷയായിട്ടാണ് പിള്ളേരെല്ലാം വണ്ടിയെല്ലാം ജീവിതത്തിന്റെ വഴി തേടി ഇറങ്ങുന്നു. 5 പേര്, ഒരാൾ മരിച്ചു, 4 പേരുണ്ട്. ഓർമ്മകള് പങ്കുവെച്ചതിന് നന്ദിയുണ്ട്.